ഒരു ഉപകരണത്തെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് നോക്കിയാണത്. ഒരു കത്തി കൊണ്ട് നിങ്ങൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യാം. കൊലപാതകം ചെയ്യുന്നവരും കത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കത്തി തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. അതിന്റെ നിയന്ത്രണം നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ അത് ഒഴിവാക്കി കളഞ്ഞേക്ക്. നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും ഇസ്ലാമിക സംസ്കാരം ഇതുപോലെയുള്ള വഅദുകളും പരിപാടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കേട്ട് മനസ്സിലാവുന്ന ഈമാനിന്റെ പ്രഭ നമ്മുടെ ചാനലുകൾ കൊടുത്തുവിടുന്ന ഓരോരോ പ്രോഗ്രാമുകൾ, സിനിമകൾ, നമ്മുടെ സീരിയലുകൾ, ഇതുപോലെയുള്ള സംഭവങ്ങളിലൂടെ എന്താണോ അല്ലാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നത് അതിന്റെ നേർ വിപരീതമല്ലയോ നമ്മുടെ സമൂഹം കാണുന്നത്, നമ്മൾ കാണുന്നത്, നമ്മുടെ മക്കൾ കാണുന്നത്. എത്ര പേർ അതിന്റെ മുമ്പിൽ നിന്ന് സമയം കളയുന്നുണ്ട്. പാതിരാവോളം ഇരിക്കുന്നവർ, നേരം വെളുക്കുവോളം ഇരിക്കുന്നവർ. നമ്മുടെ വീടുകളിൽ വന്ന ഈ നാശത്തിന്റെ പിറകെ ആളുകൾ മടിയന്മാരായി മാറിയത്. രാവിലെ ജോലിക്ക് പോകുന്നവൻ നേരം വെളുക്കുന്നവരെ ശ്രീലവും അശ്ലീലവും കണ്ടിരിക്കുന്നു. പിന്നെ എവിടെ നിന്നാണ് അവൻ ഉറങ്ങുക? ഉറങ്ങിയാലല്ലേ ഉന്മേഷം ഉണ്ടാകൂ. എന്നിട്ട് അവൻ എങ്ങനെ ജോലിക്ക് പോകും? ചെറുപ്പക്കാരിൽ എങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും? എങ്ങനെ ക്രിയാത്മകത ഉണ്ടാകും? എങ്ങനെ അവർ നല്ലൊരു സമൂഹമായി മാറും? നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ പെൺകുട്ടികളെ. അത് പ്രേമമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജീവിതത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടാത്തവരാണ് സിനിമകൾ സംവിധാനം ചെയ്യുന്നു. നമ്മൾ അറിയണം, ജീവിതത്തിന് പരലോകം എന്നൊരു മറുപുറമുണ്ട് എന്നറിയാത്തവരാണ് നമ്മുടെ സംവിധായകന്മാർ. നമ്മൾ മനസ്സിലാക്കണം.